അവിടെ മഞ്ചാടിക്കുരു എന്ന് കുറച്ച് വാരി പോക്കറ്റിലിട്ടുകൊണ്ട് വന്നു. കറുത്ത ഒരു കുട്ടി, മുടി മാത്രമേ കാണാൻ പറ്റുള്ളൂ, അരഞ്ഞാണവും കാണാം, മുഖം വ്യക്തമല്ല. എന്നിട്ട് പിന്നിലൂടെ വന്നിട്ട് മുടി പിടിച്ച് ശക്തമായിട്ട് വലിച്ചതായിട്ട്. ഇത് ഇത്ര വലിയ കാര്യമാണോ? ഒരു വിലയില്ലാത്തൊരു സാധനം ഞാൻ 2 എടുത്തതിൻ്റെ പേരിൽ എന്നെ മോഷ്ടാവെന്ന് മുദ്ര കുത്തുന്നത് ശരിയല്ല എന്ന് ഞാൻ ഭഗവാനോട് പറഞ്ഞു. അതുകൊണ്ട് ഓരോരുത്തരും എനിക്ക് പേരെടുത്തറിയാം, അവിടുന്ന് ആരെയും കൊണ്ടുപോകാൻ അനുവാദമില്ല, അതുകൊണ്ട് അവരെ തിരിച്ചിവിടെ കൊണ്ട് ഏൽപ്പിക്കണം. ഈ ഒരു അനുഭവം തന്നെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ പുള്ളി മുമ്പിൽ വന്ന് നിന്നിട്ട് എന്നോടുള്ള പിണക്കമൊക്കെ മാറിയോ, ഇനി ഇടയ്ക്ക് ഇവിടെ തൊഴാൻ വരണട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ തൊഴാൻ വരലുണ്ടാവില്ല, ഞാൻ അവിടെ തന്നെ അങ്ങ് കൂടും. നിനക്ക് എത്ര കാലം ഇങ്ങനെ ഒളിച്ചു മാറി നടക്കാൻ പറ്റും എന്ന് നിന്നെ ഒരു ദിവസം പുള്ളി പിടിക്കും. മതി, ആ വരവ് നോക്കി ഞാനും ഇപ്പം ഇരിക്കുകയാണ്. വരട്ടെ, പിടിക്കട്ടെ. ഈ ഗണപതിയെ ഉപാസിക്കുന്നതിന്റെ ഒരു രീതികൾ എന്തൊക്കെയാണ്? ഗണപതിക്ക് ഹോമമാണ് പതിവ്, കാരണം അഗ്നിയാണ് ഗണപതി എന്നുള്ളത്. അപ്പം സാധിക്കുന്ന വിധത്തിൽ ശക്തിക്കൊത്ത ഗണപതി ഹോമം എല്ലാ ദിവസവും നടത്തണം. അതാണ് ഒരു വഴി എന്ന് പറയുന്നത്. പിന്നെ മൂലാധാര ചക്രത്തിലെ ദേവത ആയതുകൊണ്ട് തന്നെ ദഹിപ്പിച്ചോ അവനവന്റെ ജഡരാഗ്നി ഗണപതിയാണെന്നുള്ള ബോധം വേണം. അത് എങ്ങനെയാണ്? അവനവന്റെ ഉള്ളിലെ ജഡരാഗ്നി അഗ്നി തന്നെയാണ്. അത് ദേവന്മാരുടെ മുഖത്തെ അഗ്നിയാകുന്നു, ഹോമകുണ്ഡത്തിലെ അഗ്നിയാകുന്നു. ആ അഗ്നി ഗണപതിയുടെ ജഡരാഗ്നിയും കൂടെ ആകുന്നു. പ്രപഞ്ചത്തിന്റെ ജഡരാഗ്നിയാണ് ഗണപതി, ഗണപതി തന്നെ ആകുന്നു അഗ്നി. അപ്പൊ അവനവന്റെ വയറ്റിലേക്ക് കഴിക്കുന്നതെല്ലാം ആഹൂതിയാണ്, ഹോമമാണ്. ആ ബോധം വേണം. ആ ബോധത്തോടു കൂടി കഴിക്കുകയാണെങ്കിൽ, ഭക്ഷണം കഴിക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗണപതി പ്രസാദിക്കും. അപ്പൊ ഈ ഗണപതി ഇപ്പൊ അങ്ങ് പറഞ്ഞതനുസരിച്ച് നമുക്കൊക്കെ എപ്പോൾ പോയി വേണേലും പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഉപാസിക്കാം എന്നുള്ളൊരു ആയിരുന്നു ഗണപതി. ഇപ്പൊ അങ്ങ് പറഞ്ഞതനുസരിച്ച് കുറച്ച് സൂക്ഷ്മതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു ദേവതയും കൂടി. ശ്രദ്ധ കൂടുമ്പോൾ പ്രോഡക്റ്റ് നന്നാവും. ശ്രദ്ധ കൂടുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം നന്നാവും. നന്നാവണമെന്ന് ആഗ്രഹമുണ്ടോ? ശ്രദ്ധയോട് ചെയ്യാം. നന്നാവണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ ഇഷ്ടംപോലെ ചെയ്യാം. ഇപ്പൊ ഗണപതി പൂജ ഒരു വീട്ടിൽ ചെയ്യാൻ നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ചെയ്യേണ്ടത്? എപ്പോ വേണമെങ്കിലും കഴിക്കാം. ഗൃഹപ്രവേശ സമയത്ത് നിർബന്ധമായിട്ടുള്ള സാധനമാണ് ഗണപതി ഹോമം എന്ന് പറയുന്നത്. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കർക്കിടക മാസത്തിൽ എല്ലാ 12 ദിവസങ്ങളിൽ അടുപ്പിച്ച് ഗണപതി ഹോമം ഭവസേവ നടത്തുമായിരുന്നു. പിന്നീട് അത് 12 പോയി, ഒരു ദിവസമായി. പിന്നീട് അത് വർഷത്തിൽ എപ്പോഴെങ്കിലും ആയി, പലയിടത്തും അത് ഇല്ലാണ്ട് പോയി. എല്ലായിടത്തും ഉണ്ടായിരുന്നതായി ഗണപതി ഹോമം എന്ന് പറയുന്നത്. അത് എല്ലാവരും നമ്പൂരിയെ വിളിച്ച് കഴിപ്പിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. പണ്ട് വീട്ടിലെ സ്ത്രീകളൊക്കെ അടുപ്പിൽ ഗണപതി ഹോമം കഴിക്കുമായിരുന്നു. അടുപ്പിലോ? ഉണ്ടാകുന്നതിനും, അതായത് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുൻപ് ആദ്യം ഗണപതി ഹോമത്തിൽ തുടങ്ങുന്ന വീടുകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞാൻ ഈ പറയുന്ന മൊമെന്റിലും ചെയ്ത ആളുകളുണ്ട്. അടുപ്പിൽ ഒരു മുറി നാളികേരം അല്ലെങ്കിൽ 12 നാളികേരത്തിന്റെ പൂള് നെയ്യിൽ മുക്കി കത്തിച്ച് തുടങ്ങുന്ന. ഇപ്പൊ അടുപ്പില്ലാണ്ടായപ്പോഴാണ് ഇതൊക്കെ പയ്യെ മുടങ്ങി തുടങ്ങി. പണ്ട് അടുപ്പുള്ള കാലത്ത് ഇങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. പാചകപ്പുരകൾ, അതായത് കാറ്ററിംഗ് സർവീസുകൾ പണ്ട് നടത്തിയിരുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ ഗണപതി ഹോമം അടുപ്പിൽ നടത്തിയിട്ടാണ് തുടങ്ങുന്നത്. അടുപ്പിലാണ് ഗണപതി ഹോമം പണ്ട് ഉണ്ടായിരുന്നുള്ളൂ. കുണ്ടമൊക്കെ കൂട്ടി വീടുകളിൽ കഴിച്ചു തുടങ്ങിയിട്ട് അടുത്ത കാലമായുള്ളൂ. ഇവൻ അമ്പലങ്ങളിൽ പോലും ഹോമകുണ്ടത്തിലേക്ക് ഗണപതി ഹോമം മാറിയിട്ട് വളരെ കുറച്ച് കാലമായുള്ളൂ. മുമ്പ് തിടപ്പള്ളിയിൽ പാചകം ചെയ്യുന്ന അടുപ്പിൽ തന്നെയാണ് ഗണപതി ഹോമം നടത്തിയിരുന്നത്. ആ അടുപ്പിൽ കഴിക്കാനായിട്ട് പ്രത്യേക വിധി ഉണ്ട്. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റില്ലെന്ന് മാത്രമല്ല, അതാണ് ഭംഗിയും. അതെ, അതിന്റെ വിധി എന്തൊക്കെയാണ്? ഈ അടുപ്പിൽ ചെയ്യുമെന്ന് പറയുന്നത് അടുപ്പിനെ ഹോമകുണ്ടായിട്ട് കണ്ട് പരിഗ്രഹിച്ച് ചെയ്യണം. അതൊരു സങ്കല്പമാണ്. അങ്ങനെ അതിനെ ഹോമകുണ്ടായിട്ട് കണ്ട് ഈ അടുപ്പിൽ ഹോമം കഴിക്കുന്നത് പുതിയൊരു പദ്ധതിയല്ല. നമ്മൾ ക്ഷേത്രങ്ങളിൽ വൈശ്യം തൂവാൻ വേണ്ടി പുറത്തിറങ്ങുന്ന സമയത്ത് അകത്ത് പോയിട്ട് വൈശ്യ ഹോമം കഴിക്കാറുണ്ട്. ഈ ഹവിസ് തന്നെ ആഹൂതിയായിട്ട്, അഗ്നിക്ക് ആഹൂതിയായിട്ട് കൊടുത്തിട്ടാണ് തിരിച്ചു വന്നിട്ടാണ് കല്ലിൽ തൂങ്ങുന്നത്. അതൊക്കെ നിന്നുപോയി. പണ്ട് അതുമല്ല, ഒരാളെ ഇരുത്തി കാലുകഴിച്ച് കൂട്ടുമായിരുന്നു. ഈ വൈശ്യം തൂവാൻ വേണ്ടി ഇറങ്ങുമ്പം ഒരാളെ ഇരുത്തിക്കൊണ്ട് അതിന് നമസ്കാരം എന്ന് പറയും. ഇപ്പൊ ക്ഷേത്രങ്ങളിൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു നമസ്കാരം വഴിപാട് പോലെയുള്ള ഒരു നമസ്കാരമേ ഉള്ളൂ. ഇപ്പോൾ അതല്ല. പണ്ട് ഒരു നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹവിസ് ഒരാൾ ഉണ്ണണം. അയാളെ ഈശ്വരനായിട്ട് കണ്ട്, ദേവതയായിട്ട് കണ്ട് കാലു കഴിച്ച് കൂട്ടുന്നതാണ് നമസ്കാരം എന്ന് പറയുന്നത്. വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവായിട്ട് കണ്ട് അദ്ദേഹത്തെ കൂട്ടും. ഈ തൂവിയതിന് ശേഷം, അത് കഴിഞ്ഞ് കല്ലിൽ തൂവിയതിന് ശേഷം അദ്ദേഹത്തെ കൂട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് നേദ്യം വിടർത്തി മാറ്റിക്കൊണ്ടിരുന്നത്. ആ പദ്ധതിയൊക്കെ പോയിട്ട് വെറുതെ കല്ലെ തൂവുന്നത് മാത്രമായിട്ട് ചുരുങ്ങി. അപ്പം അത് കാലാനുസൃതമായിട്ടുള്ള മാറ്റം, ചുരുങ്ങലും കൂടലും കുറയലും ഒക്കെ. അപ്പൊ അതിനനുസരിച്ച് കൂടൽ പലയിടത്തും വന്നു, കൂടുന്നത് പലയിടത്തും കൂടി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഏത് മഹാക്ഷേത്രം ആണെങ്കിലും പണ്ട് ഒരു ഉത്സവബലിയായിരുന്നു ഉത്സവ സമയത്ത് പതിവ്, കൊടിമരമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ. അതും ഈ പറഞ്ഞതുപോലെ ധ്വജാതി ഉത്സവം ഉള്ളിടത്തൊക്കെ. ഇപ്പം എന്ന് പറഞ്ഞാൽ പള്ളിവേട്ട ആറാട്ട് ഒഴിച്ച് ബാക്കിയുള്ള 8 ദിവസം ഉത്സവബലിയായി. ഉത്സവബലി നടത്താൻ വളരെ ചിലവുകളാണ്. ഒരു ഉത്സവബലി നടത്താൻ ആൾക്കാർ തയ്യാറായി. 8 ദിവസം ഉത്സവബലി ഉണ്ട്. നല്ലത് ചീത്ത എന്നുള്ളത് അല്ല അടുത്ത വിഷയം.
പലതും ചുരുങ്ങിയപ്പം പലതും കൂടി. പണ്ട് ഒരു മുഴുക്കാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ചന്ദനം അരച്ച് ചാർത്തുന്നത് വല്ല കാലത്തുമായിരുന്നു. വലിയ ക്ഷേത്രങ്ങളിലൊക്കെ എന്നും ഉണ്ടെങ്കിലും ചെറിയ ഗ്രാമക്ഷേത്രങ്ങളിലൊക്കെ ആരുടെയെങ്കിലും പേരിലുള്ള എന്തെങ്കിലും പിറന്നാളോ മറ്റു വിശേഷം വരുമ്പോൾ ഒരെണ്ണം നടത്തിയാലായി. കാരണം അതിനുള്ള സാമ്പത്തിക സ്ഥിതി അന്ന് ആളുകൾക്കുണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് ആളുകളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയായി. അപ്പം ദിവസവും മുഴുക്കാപ്പായി. എല്ലാ ക്ഷേത്രങ്ങളും ദിവസവും മുഴുക്കാപ്പായി. അപ്പം ഒരു സ്ഥലത്ത് അതിന് ചൈതന്യം കുറയുന്നുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് കൂടാനുള്ള പണിയും കൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പം കാലാനുസൃതമായ മാറ്റം എല്ലാത്തിലും വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള മാറ്റം ക്ഷേത്ര പദ്ധതികളിലും ആരാധനാ സമ്പ്രദായങ്ങളിലും ഉപാസനയിലും എല്ലാം വന്നിട്ടുണ്ട്. സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ അങ്ങേക്കൊരു അനുഭവം ഉണ്ട്, ഗുരുവായൂരപ്പൻ അങ്ങനെ അങ്ങേക്ക് പ്രത്യക്ഷനായൊരു അനുഭവം? പ്രത്യക്ഷം എന്നൊന്നും പറയാനില്ല. ഭഗവാൻ ഒരു മായ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാനതിനെ ഭഗവാൻ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു എന്നൊന്നും പറയാനുള്ള വിവരക്കേടൊന്നും എനിക്കില്ല. അത് അദ്ദേഹം നമ്മൾ ആ സാധന പന്താവിൽ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കാത്ത ചെയ്യുന്ന ചില അബദ്ധങ്ങളെ ലോക ഗുരുവായിട്ടുള്ള ഗുരുവായൂരപ്പൻ ഇത് കാണിച്ചു തന്നിട്ട് ഇങ്ങനെ ഒരു സംഗതി കൂടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ അത് ആ സമയത്തുണ്ടായ സംഗതി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ആ സമയത്ത് ഉണ്ടാക്കി. അതൊന്ന് പറയാമോ, നമ്മളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ഗുരുവായൂർ തൊഴുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഈ അവിടെ മഞ്ചാടിക്കുരു എന്ന് കുറച്ച് വാരി പോക്കറ്റിലിട്ടുകൊണ്ട് വന്നു. അപ്പം അന്നതൊരു മോഷണമാണെന്നോ അത് ഇത്ര വലിയൊരു സംഗതിയാണെന്നൊന്നും കരുതിയിട്ടല്ല. ഗുരുവായൂരപ്പൻ്റെ മഞ്ചാടിക്കുരു എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ ശാന്തി കഴിക്കാനായിട്ട് വേറൊരു ക്ഷേത്രത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് കഴിക്കുന്ന അമ്പലത്തിൽ ചേട്ടനെ പോലെ ഒരാൾ അദ്ദേഹം കഴിക്കുന്ന സ്ഥലത്ത് പലപ്പോഴും ഞാനും പോയി കഴിക്കും. അപ്പം അങ്ങനെ മണ്ഡപത്തിലിരിക്കുന്ന സമയത്തൊന്നും മയങ്ങിയ പോലെയായി. ദീപാരാധനയ്ക്ക് തൊട്ട് മുമ്പുള്ള സമയം. അപ്പോൾ ഒരു കുട്ടി ശ്രീലകത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഒരു കറുത്ത ഒരു കുട്ടി, മുടി മാത്രമേ കാണാൻ പറ്റുള്ളൂ, അരഞ്ഞാണവും കാണാം, മുഖം വ്യക്തമല്ല. എന്നിട്ട് പിന്നിലൂടെ വന്നിട്ട് മുടി പിടിച്ച് ശക്തമായിട്ട് വലിച്ചതായിട്ട് വേഗം എഴുന്നേറ്റ് നോക്കുമ്പോൾ എല്ലാവരും നാമം ചോദിക്കുന്നുണ്ട്, ഞാനും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? പിറ്റേ ദിവസം ഒരു മനസ്സിന് ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ, ഓരോരോ മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ശാരീരികമായിട്ടും. അപ്പോൾ പിന്നീട് അത് പരിശോധിച്ചു. അപ്പോൾ പരിശോധിച്ച ആൾ പറഞ്ഞു ഗുരുവായൂരപ്പൻ്റെ എന്തോ ഒരു സാധനം മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓർമ്മ വന്നു, ഈ മഞ്ചാടിക്കുരുവിൻ്റെ കാര്യം ഓർമ്മ. അപ്പോൾ ഇതൊരു വലിയൊരു അവിടുന്ന് ആന വരെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ. അപ്പോൾ ആ സ്ഥാനത്ത് ഈ മഞ്ചാടിക്കുരു വലിയൊരു അപരാധമായോ? ഇത് ഇത്ര വലിയ കാര്യമാണോ? ഒരു വിലയില്ലാത്തൊരു സാധനം ഞാൻ 2 എടുത്തതിൻ്റെ പേരിൽ എന്നെ മോഷ്ടാവെന്ന് മുദ്ര കുത്തുന്നത് ശരിയല്ല എന്ന് ഞാൻ ഭഗവാനോട് പറഞ്ഞു. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് വീണ്ടും അനുഭവം ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇതുപോലെ തന്നെ സമാനമായിട്ടൊരു അനുഭവത്തിൽ അദ്ദേഹം ഇതെല്ലാം ആത്മാക്കളാണെന്നും ഓരോരുത്തരും ഓരോ ജന്മം എടുത്തിരിക്കുന്നതാണെന്നും മഞ്ചാടിക്കുരു പിന്നെ അതിനുള്ളിലുള്ള പ്രാണനുണ്ടെന്നും അതൊരു ആത്മാവ് അധിവസിക്കുന്നുണ്ടെന്നും ഇവരെല്ലാം ഓരോ ജീവികളാണെന്നും നിന്നെപ്പോലെ തന്നെ ഓരോ പേര് അവർക്ക് എനിക്കുണ്ടെന്നും അവരവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെന്നും അവരെന്നോട് കൂടി ചേർന്ന് ലയിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നവരാണെന്നും അതുകൊണ്ട് ഓരോരുത്തരും എനിക്ക് പേരെടുത്തറിയാം, അവിടുന്ന് ആരെയും കൊണ്ടുപോകാൻ അനുവാദമില്ല, അതുകൊണ്ട് അവരെ തിരിച്ചിവിടെ കൊണ്ട് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് മനസ്സിലായി. ശരിക്കും ഞാനവിടെ എടുത്തുകൊണ്ട് പോന്നാൽ അവരുടെ കർമ്മം ഗുരുവായൂരപ്പനോട് കൂടി ചേരുന്ന കർമ്മത്തിന് വിഘാതം വരുത്തല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് മഞ്ചാടിയും കൂടെ കൂടുതൽ പെറുക്കി ഈ മഞ്ചാടിയും കൂടെ ഒക്കെ ഇട്ട് അവിടെ കൊണ്ട് കൊടുത്ത് തിരിച്ചിട്ടു, പ്രശ്നം അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ തൊഴാൻ കയറിയിട്ടില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു ഇനി ഇതുപോലുള്ള അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. നമ്മൾ ഈ ശാക്ത ഉപാസനയും പദ്ധതിയൊക്കെ ആയിട്ട് പോകുന്ന വഴിക്ക് ഈ അനുഭൂതികൾ മുഴുവൻ മായയാണെന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് ഈ ഒരു അനുഭവം തന്നെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ പുള്ളി മുമ്പിൽ വന്ന് നിന്നിട്ട് എന്നോടുള്ള പിണക്കമൊക്കെ മാറിയോ, ഇനി ഇടയ്ക്ക് ഇവിടെ തൊഴാൻ വരണട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ തൊഴാൻ വരലുണ്ടാവില്ല, ഞാൻ അവിടെ തന്നെ അങ്ങ് കൂടും. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുതല്ലോ എന്ന് കരുതി പിന്നെ ഞാൻ ആ പഞ്ചായത്തിലോട്ട് ഇല്ല, പരമാവധി സപ്താഹം നടക്കുന്നിടത്തു നിന്നൊക്കെ വിട്ടു നിൽക്കും. കാരണം പക്ഷെ വീട്ടിൽ വായനയൊക്കെ നടത്താറുണ്ടെങ്കിലും അതൊക്കെ അങ്ങനെ അങ്ങ് പോവും. ഞാനത് അങ്ങനെ ഒരു വലിയ മനസ്സവിടെ കൊടുത്തിട്ടില്ല. ഒരു ഭാഗവത പണ്ഡിതൻ എന്നോട് പറഞ്ഞു നിനക്ക് എത്ര കാലം ഇങ്ങനെ ഒളിച്ചു മാറി നടക്കാൻ പറ്റും എന്ന്. നിന്നെ ഒരു ദിവസം പുള്ളി പിടിക്കും, മതി, ആ വരവ് നോക്കി ഞാനും ഇപ്പം ഇരിക്കുകയാണ്, വരട്ടെ, പിടിക്കട്ടെ, പറ്റുമെങ്കിൽ എന്നെ പിടിച്ചോ. ഇപ്പൊ ഒരാൾ പറഞ്ഞില്ലേ പോലീസുകാരോട്, സാധിക്കും എന്നെ പിടിക്കാൻ, അതുപോലെ തന്നെ ഞാനും പറയാം, സാധിക്കും എങ്കിൽ എന്നെ പിടിച്ചോ. അപ്പൊ അങ്ങ് ഗുരുവായൂരപ്പൻ എപ്പ എന്നെ പിടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇരിക്കുവാണല്ലേ. വരട്ടെ, പിടിക്കാൻ വരട്ടെ.
നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുണ്യം പോഡ്കാസ്റ്റ് എന്ന സെഗ്മെൻറ്റിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. ഇതിൻ്റെ പൂർണ്ണ രൂപം കാണാനായി ഒന്നുകിൽ മേളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ലിങ്ക് ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നോക്കിയാലും കാണാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോഡ്കാസ്റ്റ് എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കിയാലും കാണാൻ സാധിക്കും.